ഓക്കെ. എന്ത് മിണ്ടാത്തെ? ഒന്നുമില്ല. ഓക്കെ. തൊപ്പിയുടെ ശരിക്കുള്ള പേരെന്താ? നിഹാദ്. നിഹാദ്. അപ്പൊ ആരീ തൊപ്പിന്ന് പേരിട്ടെ? ഞാൻ തന്നെ. എന്താ അങ്ങനെ ഇടാൻ കാരണം? ഞാൻ എന്തിനാ തൊപ്പി തന്നെ? ഞാൻ പണ്ട് ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കുമ്പോ ഇട്ട പേരാണ് തൊപ്പി. ഒരു 8-10 കൊല്ലറ്റായി. കൊറേ കൊല്ലം മുന്നേ ഇട്ടോ പേര് തൊപ്പിന്ന്. വെറുതെ ആ പേര് ഇഷ്ടായിട്ട് അങ്ങനെ ഇട്ടതാണോ തൊപ്പി എന്നുള്ള പേര്? അമ്മ എനക്ക് ഓർമ്മ, ഇത് കൊറേ കൊല്ലായി, 8-10 കൊല്ലായി ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കുന്ന. പണ്ട് ഇട്ട പേരാ, മനസ്സിലായ? അപ്പൊ വീട്ടിലൊക്കെ എന്താ വിളിക്കാ? നിഹാദ്. നിഹാദ് തന്നെ വിളിക്കാം. ഓക്കെ. എന്റെ തൊപ്പി ഇപ്പൊ ഈ 5 വർഷമായിട്ട് വീട്ടിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ റൂമിൽ തന്നെയാണെന്ന് ഇങ്ങനെ പൊതുവെ പറഞ്ഞു കേട്ടായിരുന്നു. അപ്പൊ അത് എന്തുകൊണ്ടാ ഈ മുറിക്കകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കണേ, പുറത്തൊന്നും ഇറങ്ങാതെ? ഞാൻ നല്ല രീതിയിൽ ഗെയിമിന് അഡിക്റ്റ് ആയിന്. ഈ കൊറേ കൊല്ലായിട്ട് ഗെയിം അല്ലാണ്ട് ഫുഡ് കഴിക്കും, ഗെയിം കളിക്കും, ഉറങ്ങും, ഫുഡ് കഴിക്കും, ഗെയിം കളിക്കും, ഉറങ്ങും. ഇത് മാത്രം എൻ്റെ റൂട്ടീന്. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ പുറത്തിറങ്ങാണ്ട് കുറേ കാലം ഉള്ളിൽ തന്നെ ഇരുന്ന് അങ്ങനത്തെ ആ ഒരു കംഫർട്ട് സോണിലും വീണു പോയതാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് സൂയിസൈഡ് ചെയ്ത്. അതിന് ശേഷം പിന്നെ ഞാൻ തീരെ പുറത്ത്, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് എപ്പെങ്കിലും പുറത്തിറങ്ങും, സിനിമക്കാ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പുറത്തിറങ്ങും ഇടയ്ക്ക്. ഫ്രണ്ട് സൂയിസൈഡ് ചെയ്തതിന് ശേഷം പിന്നെ തീരെ ഇറങ്ങില്ല, ഉള്ളിൽ തന്നെ ആയി, ഇറങ്ങാൻ തോന്നുന്നില്ല. ഗെയിമിന് അഡിക്റ്റ് ആയി അങ്ങനെ ഇരുന്ന് പോയതായിരുന്നല്ലേ? ഓക്കെ. അപ്പൊ വീട്ടുകാരൊക്കെ ചോദിക്കുമ്പോ അവര് ചോദിക്കില്ല എന്താ പുറത്തേക്ക് ഇറങ്ങാത്ത, ഇങ്ങനെ ഇരിക്കണ എന്തിനാന്നൊക്കെ ചോദിക്കാറില്ല അവര്? ചോദിക്കുമ്പോ എനിക്ക് കഴിയില്ലാന്ന് പറയും. പിന്നെ ഞാൻ ഇറങ്ങിയ എന്തെങ്കിലും ആയിട്ട് പ്രശ്നമാവും, എന്തെങ്കിലും ആയിട്ട് ഇത് അവരെ പറയിപ്പിക്കുമെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് പിന്നെ അധികം സംസാരിക്കലില്ല, അധികം ചോദിക്കലില്ല എന്നോട്. എന്ത് പറയിപ്പിക്കുന്നു? നല്ല കുട്ടിയായിട്ടിരിക്കില്ലേ തൊപ്പി? അപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ? ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് എൻ്റെ ഉപ്പാനോട് സംസാരിക്കില്ല, ഉപ്പാനോട് മിണ്ടില്ല. ഞാൻ പണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് ഒരു കടയിൽ കയറിയിട്ട് മൊത്തം പൈസ എടുത്ത് ഒറ്റ ഓട്ടോ ഓടി, മൊത്തം മടിയിലാക്കിയിട്ട് ഒറ്റ ഓട്ടോ ഓടി. പൈസ ഇങ്ങനെ വേറിക്കൊണ്ട് ഓടിയ റോട്ടിൽ കൂടെ. അതിൻ്റെ ട്രെയിൽസ് വെച്ച് നാട്ടുകാർ വന്ന് പിടിച്ച്, ബാക്കിൽ നിന്ന് വന്ന് പിടിച്ച്, നാട്ടുകാർ പിടിച്ച് കെട്ടിയിട്ട് മൊത്തം ഇങ്ങനെ റോട്ട് മൊത്തം നടത്തിച്ച്. എന്നിട്ട് എൻ്റെ ഉമ്മാനെ വിളിപ്പിച്ച്. എന്നിട്ട് എൻ്റെ ഉമ്മ വന്നിട്ട് ഉമ്മ റോട്ട് വന്ന് ബോധം കെട്ട് വീണ്. അതിന് ശേഷം ഉപ്പാനോട് മിണ്ടില്ല. അതിന് ശേഷം വീട്ടിലും ഒക്കെ നാട്ടിലും എല്ലാം അങ്ങനത്തെ ഒരു ഇതായി, മനസ്സിലായോ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഞാൻ എന്തിനാ ചെയ്ത്? പണ്ടൊരു ഗെയിം ബോയ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇങ്ങനെ ഗെയിം കളിക്കുന്ന ഒരു സാധനമുണ്ട്. വീട്ടില് അതിന് പൈസ ചോദിച്ചാൽ തരൂല, ഹറാമാണ്. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ഇസ്ലാം ബാക്ക്ഗ്രൗണ്ടാണ്. മ്യൂസിക് കേൾക്കാൻ പറ്റില്ല, സിനിമ കാണാൻ പറ്റൂല, പിന്നെ എല്ലാം ഹറാമാണ്, ലോകത്തെല്ലാം ഹറാമാണ്. അപ്പം ഗെയിം ബോയ്ക്കൊന്നും പൈസ ചോദിച്ചാൽ ജന്മത്തിൽ തരൂല. അപ്പം എനിക്ക് വേറെ വഴിയില്ല. ഞാൻ സ്കൂള് വിട്ട് ബാഗും വീട്ടിൽ റൂമിൽ വെച്ചിട്ട് പോയി ആദ്യം കണ്ട കടയിൽ കയറി ഉള്ള പൈസ അങ്ങനെ എടുത്ത് കയ്യിൽ അങ്ങനെ തന്നെ മടിയിൽ അങ്ങനെ വാരി എടുത്തിട്ട് ഓടി. അങ്ങനെ അതിന് ശേഷം അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ വീട്ടിൽ നിന്ന് പൈസ തരാത്തോണ്ടാണ് തൊപ്പി അത് അങ്ങനെ എടുക്കാൻ നോക്കിയതല്ലേ? വീട്ടിൽ പൈസ തരാത്തോണ്ടല്ലോ, വീട്ടിലെ ഇത് അങ്ങനെയാണ്. അങ്ങനെ ചോദിക്കുന്നത് പോലും ഇതാണ്, മനസ്സിലായോ? ഭയങ്കര സ്ട്രോങ് ഇസ്ലാം ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനത്തെ അത്രയും സ്ട്രിക്റ്റ് ഇതിൽ ഞാൻ വളർന്നത്, മനസ്സിലായോ? അപ്പോ അങ്ങനെ പറ്റിയതാണ്. പിന്നെ അതിന് ശേഷം ഇപ്പൊ എന്നോട് വേണ്ടിയിട്ടില്ല, ഇതുവരെ വേണ്ടിയിട്ടില്ല. ഇപ്പൊ എത്ര 15ാമത്തെ വയസ്സിലാന്ന് തോന്നുന്നു. 10 കൊല്ലായി, 10 കൊല്ലാനായി. ഇല്ല, 10 കൊല്ലായിട്ടില്ല. അതിന് ശേഷം ഇതുവരെ വേണ്ടിയിട്ടില്ല. ഉപ്പ സെയിം വീട്ടിൽ തന്നെ, എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ഒന്ന് ചിരിക്കും. അല്ല സോറി, എൻ്റെ സെയിം, ഞാൻ താമസിക്കുന്ന സെയിം വീട്ടിൽ തന്നെയാണ്. എല്ലാ ദിവസവും വരികയും ചെയ്യും, ഫുഡ് കഴിക്കും, അവിടെ തന്നെ ഉറങ്ങുന്ന എല്ലാം. നമ്മൾ രണ്ടാളും ഒരു വീട്ടിൽ തന്നെ, പക്ഷെ സംസാരിക്കില്ല. അതിൻ്റെ ഒരു ഇത്. തൊപ്പിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, 2 അനിയത്തിമാർ, 1 അനിയൻ, ഉമ്മാമ. പിന്നെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്, അവർ പക്ഷെ ഗൾഫിലാണ്. ഓക്കെ. നിങ്ങൾ ജോയിന്റ് ഫാമിലി ആണോ? ഓക്കെ. അപ്പൊ ഈ അനിയത്തിമാർക്കും ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അല്ലേ, ഇത്രയും റെസ്ട്രിക്ഷനിൽ നിൽക്കുമ്പോൾ? അപ്പൊ ഇത്രയും റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ഇങ്ങനെ ഒരു ലൈവും കാര്യങ്ങളൊക്കെ വീട്ടിലിങ്ങനെ നടക്കുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ സംസാരിക്കാറുണ്ടോ? ഉണ്ട്. ഞാൻ ഓരോ ലൈവ് വരുന്നത് ഓരോ യുദ്ധം കഴിഞ്ഞിട്ടാണ്. കാരണം വീട്ടുകാരെ മാത്രമല്ല, ഈ കുടുംബക്കാരെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്.
ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് ചൊറിഞ്ഞുകൊണ്ട് നിൽക്കും. ഞാൻ ചെയ്യുന്നതെല്ലാം അള്ളാഹ്ക്ക് നിരക്കാത്തതാണ്, ഹറാമാണ്, അങ്ങനത്തെ രീതിയിൽ ആ പറയുന്ന മാത്രല്ല ഇടക്കിടക്ക് വന്ന് അടങ്ങാറാക്കും, ടോർച്ചറാണ്. അപ്പോ അവരൊരു ഫൈറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഓരോ സ്ട്രീം തുടങ്ങുമ്പോൾ ഇങ്ങനെ ഇവരായിട്ട് ജയിച്ചിട്ട് വേണം എനിക്ക് സ്ട്രീം തുടങ്ങാൻ. ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് തളർത്തും. നാട്ടുകാരായാലും വീട്ടുകാരായാലും. എൻ്റെ സ്വന്തം അനിയൻ പോലും സപ്പോർട്ടില്ല. അനിയനെ നടക്കാൻ എനിക്ക് എഗെയിൻസ്റ്റാണ്, വീട്ടുകാർ ഒന്നിച്ചാണ്. ഞാൻ കുറച്ച് നേരം വീട്ടിൽ നിന്ന് മാറി പോകാനിപ്പോൾ ഒരു സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നു. വീട്ടിൽ നിന്ന് മാറാനുള്ള പ്ലാനിലാണോ ഇപ്പൊ? വീട്ടിൽ നിന്ന് മാറേണ്ടി വരൂലേ. അപ്പൊ അങ്ങനെ വിടുവോ അവര് തൊപ്പിനെ? ഉമ്മയൊന്നും വിടൂല. പക്ഷെ ഈ കുടുംബക്കാരും ഈ കാരണവന്മാരെല്ലാം ഭയങ്കര സീനാണ്. വീട്ടില് ഉമ്മാന്റെ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഉമ്മാക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോ ഉമ്മ ഇറങ്ങി പോകാൻ പറയും, അവര് പ്രഷറാക്കി ഉമ്മ ഇറങ്ങി പോകാൻ പറയും. പിന്നെ പോകേണ്ടി വരൂല. അപ്പടിയും പോകേണ്ടി വരും. ഏതെങ്കിലും ബൂട്ട് ക്യാമ്പോ അല്ലെങ്കിൽ സ്ട്രീം ചെയ്യുന്ന ഏതെങ്കിലും സ്ഥലമോ അല്ലെങ്കിൽ റൂം എടുത്ത് മാറണം, എന്തെങ്കിലും നോക്കണം. തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ് നിഹാദ്. തന്റെ വരുമാനം വെളിപ്പെടുത്തിയിട്ടുള്ള ഈ തൊപ്പിയുടെ വീഡിയോ ആണ് നിലവിൽ ശ്രദ്ധയാകർഷിക്കുന്നത്. മയക്കുമരുന്ന് കച്ചവടമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു നിഹാദ് എന്ന തൊപ്പി. മണിക്കൂറിന് 21,000 രൂപ തനിക്ക് വരുമാനമുണ്ടെന്ന് പറയുകയാണ് നിഹാദ്. തന്റെ വരുമാനത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തതിനാലാണ് ചോദ്യം എന്നും മറുപടിയിൽ നിഹാദ് പറയുന്നു. തൊപ്പിയുടെ സ്ട്രീമിംഗ് കോൺട്രാക്റ്റും ആ വീഡിയോയിൽ പരസ്യപ്പെടുത്തുന്നുമുണ്ട്. തനിക്ക് സ്ട്രീമിംഗിൽ എത്ര വരുമാനം കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലേ? അതാണ് കാര്യം. എന്നാൽ ഞാനൊരു കാര്യം വീഡിയോയിൽ കാണിക്കാം. ഇതെന്റെ ഒറിജിനൽ സ്ട്രീമിംഗ് കോൺട്രാക്റ്റ് ആണ്. 1 മണിക്കൂർ സ്ട്രീമിംഗിന് മാത്രം തനിക്ക് 21,000 രൂപ ലഭിക്കുന്നുണ്ട്. ദിവസം 1 ലക്ഷത്തോളം സ്ട്രീമിംഗിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും നിഹാദ് പറയുന്നു. അപ്പോൾ മാസം വരുമാനം എത്രയായി? ഇത് സ്ട്രീമിംഗ് മാത്രമാണെന്നും പറയുന്നുണ്ട് തൊപ്പി. പിന്നെ ഒരുപാട് പ്രൊമോഷൻസ് ഉണ്ട് തനിക്ക്. ഉദ്ഘാടനങ്ങളുടെ വകയും വരുമാനം ലഭിക്കുന്നു. അങ്ങനെ പല വഴികളിലൂടെ വരുമാനമുണ്ട്. ഇതൊക്കെ നിയമപരമായിട്ടുള്ള വരുമാനമാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ നിയമവിരുദ്ധമായി ചെയ്യില്ലെന്നാണ് നിഹാദ് വ്യക്തമാക്കുന്നത്. എന്തിനാണ് മയക്കുമരുന്ന് കച്ചവടം ചെയ്യാൻ താൻ പോകുന്നത്? തനിക്കെന്താ ഭ്രാന്തുണ്ടോ? താൻ എന്താ പൊട്ടനാണോ എന്നും ചോദിക്കുന്നുണ്ട് നിഹാദ്. രോക്ഷാകുലനായിട്ടാണ് നിഹാദ് വീഡിയോയിൽ പ്രതികരിക്കുന്നത്. എന്തായാലും നിഹാദ് വരുമാനം വെളിപ്പെടുത്തിയതിന്റെ വീഡിയോ വ്യാപകമായി തന്നെ വൈറലാകുന്നുണ്ട്. അതുമാത്രമല്ല, നിഹാദിന്റെ ഒരു പഴയ ഇന്റർവ്യൂവും ഇപ്പോൾ വൈറലായി മാറുന്നുണ്ട്. താൻ പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ 9ാം ക്ലാസ്സിൽ വെച്ച് ഒരു കടയിൽ നിന്നും പണം മോഷ്ടിച്ചതും തന്നെ കെട്ടിയിട്ടതും നാട്ടിലൂടെ നടത്തിച്ചതും ഉമ്മ ബോധം കെട്ടതും അതിനുശേഷം താനും തന്റെ ഉപ്പയും തമ്മിൽ മിണ്ടിയിട്ടില്ല എന്നും പറയുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. കണ്ണു നിറഞ്ഞ തൊപ്പി ഇത് പറയുമ്പോൾ അവതാരകയുടെയും കണ്ണ് നിറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള തൊപ്പിയിൽ നിന്ന് മറ്റൊരു തൊപ്പിയാണ് ഈ ഇന്റർവ്യൂയിലുടനീളം നമ്മൾ കാണുന്നത്. എനിക്കാ? നീ എത്ര വരെ പഠിച്ചേ? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. എന്താ പഠിച്ചേ? വിഷ്വൽ മീഡിയ. ഇപ്പൊ എഡ്യൂക്കേഷൻ ഒന്നും വലിയ സീനൊന്നും അല്ലാണ്. ഞാൻ നിന്നെ നല്ലോണം നോക്കിക്കോളൂ. അങ്ങനല്ല, എനിക്കിപ്പോ അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. ഞാൻ 30,000 രൂപ എനിക്ക് മാസം കിട്ടും യൂട്യൂബിൽ നിന്ന്. നിനക്ക് ബോയ് ഫ്രണ്ട് ഇല്ല? ഇല്ല. അതെന്താ? ബോയ് ഫ്രണ്ട് വേണം നിർബന്ധമുണ്ടോ? തൊപ്പിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. എന്താ ഇല്ലാത്ത? കിട്ടാത്തോണ്ട്. എനിക്ക് കിട്ടാത്തോണ്ടൊന്നും അങ്ങനെയല്ല, എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാ. നമുക്ക് അതിനൊക്കെ ഒരു തോന്നല് വേണമല്ലോ. ഇപ്പൊ എന്തായാലും അങ്ങനെ താല്പര്യമില്ല. നമ്മളെന്തിനാ ഇതൊക്കെ സംസാരിക്കണേ? ഈ മുടീനെ പറ്റി പറ. മുടി എങ്ങനെ ഇങ്ങനെ ആക്കിയ? പണ്ട് മുടി ഇങ്ങനെയായിരുന്നോ? ഇഷ്ടപ്പെട്ടാ? അത് നീക്ക് താല്പര്യമില്ലാത്ത? എനിക്കിപ്പോ താല്പര്യമില്ല, അതുകൊണ്ട്. തൊപ്പിക്ക് നല്ല ഫ്രണ്ട്സ് ഒക്കെ വേണമെന്നാ. തൊപ്പി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാത്തോണ്ടായിരിക്കും തൊപ്പിക്ക് ഫ്രണ്ട്സ് ഒന്നും അധികം ആവാത്തത് അല്ലേ? ഇനിയിപ്പോ നല്ല നല്ല ഫ്രണ്ട്സിനെയൊക്കെ, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടല്ലേ? അതും ഇങ്ങനെ ഭയങ്കര റിസർവ്ഡ് ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ? എനിക്ക് ഗെയിം കളിക്കാൻ ഇഷ്ടം. അതിപ്പോ ഓൾറെഡി കളിക്കുന്നുണ്ടല്ലോ. എനക്ക് അതേ ഇഷ്ടമുള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഗെയിം കളിക്കണം. ഫ്രണ്ട്സ് ആക്കാനെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെ ആരും പ്രേമിക്കണം എന്നുണ്ട്, നിന്നെ പോലത്തെ ആരെങ്കിലും കിട്ടിയ. പക്ഷെ അതിന് എന്താ പറയാ, ഇപ്പൊ ഇനിയിപ്പം മൊത്തം ഈ തൊപ്പി ഇങ്ങനെ തന്നെ പോവാനാണോ പ്ലാൻ? ഒരു ജോലി വേണം അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടോ? ജോലിക്ക് പോണെങ്കിൽ പോവാ.
നിനക്കെന്താ നിന്റെ അഭിപ്രായം എന്താ? ഞാൻ ഇങ്ങനെ എന്റെ അഭിപ്രായം ചോദിക്കണ എന്തിനാ? ഞാൻ തൊപ്പിയുടെ കാര്യമല്ലേ ചോദിക്കുന്നത്. ചോദിക്കുന്നല്ലേ, ഒരാളെ അഭിപ്രായം ചോദിക്കുന്നല്ലേ. അത് നമുക്ക് വേറെ എന്നോട് ഞാൻ എന്നെ മംഗലം കഴിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ, ചോദിക്കുന്നല്ലേ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ തൊപ്പിക്ക് എന്താ ഇഷ്ടം എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. തൊപ്പിയുടെ അല്ല, ഞാൻ ഇപ്പൊ പോകുന്നത് ബാഡാ ഗുഡാ? ഞാൻ പറയട്ടെ, ഇതൊരു എന്റർടൈൻമെന്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ തൊപ്പി നല്ല രീതിയിൽ ആളുകളെ സന്തോഷിപ്പിക്കുന്നുണ്ട്, ചിരിപ്പിക്കുന്നുണ്ട്. അതിനുള്ള ഒരു അല്ലെ ബാക്കി കാര്യങ്ങൾ തൊപ്പിക്ക് തിരിച്ചും തൊപ്പിയുടെ യൂട്യൂബ് ചാനലിലൂടെ കിട്ടുന്നുണ്ട്. പക്ഷെ അതല്ലാതെ ഒരു ജോലി അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വേറൊരു സൈഡിൽ ഉണ്ടാവുമല്ലോ. ഇപ്പൊ തൊപ്പി പറഞ്ഞ പോലെ നാളെ ഒരാളെ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ട്ണർ പറയാണ്, ഈ സ്ട്രീം ചെയ്ത് അല്ലെങ്കിൽ ലൈവ് പോയി ഇതുകൊണ്ട് എങ്ങനെയാ നിങ്ങൾ ജീവിക്കാൻ പോണേ, നല്ലൊരു ജോലി നിങ്ങൾക്ക് വാങ്ങിക്കൂടെ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരു ജോലിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? എനക്ക് ആഗ്രഹമില്ല. എനക്ക് ജോലി ആകെ എനിക്ക് ഇഷ്ടമുള്ള ജോലി എന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സ് പ്ലെയർ ആയിട്ട് കളിക്കുന്ന ഏതെങ്കിലും ടീമിന് വേണ്ടി കളിച്ചിട്ട് അതിന്റെ സാലറി വാങ്ങി അങ്ങനെ പണിയെടുക്കാൻ എനിക്ക് ഇഷ്ടമുള്ളൂ. അല്ലാണ്ട് എനിക്ക് പണിയെടുക്കാൻ തൊപ്പി അത് തന്നെ ചെയ്യാ. തൊപ്പിക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ അത് ചെയ്യാം. അത് നല്ല മോശമാ? മോശമൊന്നുമില്ല, അല്ല, എനക്ക് നല്ലതാണ്. എനക്കറിയാം, ഞാൻ പബ്ലിക്കിന്റെ ഇത് അറിയാൻ വേണ്ടിട്ടാ. നല്ലതായിരിക്കും. ഇപ്പൊ നമ്മള് ബൂട്ട് ക്യാമ്പ് ബോയ്സിനെ അവരെ ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്, കാരണം അതിലൂടെ അവർ ഒരുപാട് ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ലൈക്ക് ഗെയിം കളിച്ച് മാത്രം അവരെല്ലാരും അത്രയും ഏൺ ചെയ്യുന്നുണ്ടെന്ന് അവരെ ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അപ്പൊ അവരുടെ സൈഡിൽ അവരൊരു എക്സ്പെൻസ് അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ തൊപ്പിക്ക് അതിലൂടെ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. നമുക്കിപ്പോ ഇന്നത് ചെയ്ത് ജീവിക്കണം എന്നൊന്നുമില്ലല്ലോ. ചെയ്യുന്നതിന് നമുക്ക് ജീവിക്കാനുള്ള എക്സ്പെൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്ത് ജീവിക്കുക, അത്രേ ഉള്ളൂ. ഹാപ്പി അങ്ങനെ ചെയ്യാ. അല്ല, ഞാൻ കൺഫ്യൂഷൻ ആയിട്ടാണല്ലേ, നീ പറഞ്ഞോണ്ട് ഞാൻ അങ്ങനെ ചെയ്യാം. തൊപ്പി പുറത്തിറങ്ങി ഒന്നും അറിയാത്തത് കൊണ്ട് ഇവിടെ ഒരുപാട് ഫാൻസ് ആണ് തൊപ്പിക്ക്. തൊപ്പിയുടെ വീഡിയോസ് ഒക്കെ നമ്മൾ തന്നെ ഇരുന്ന് ഭയങ്കര ചിരിയാ ഇവിടെ. അപ്പൊ ഇനിയിപ്പോ എന്താ പറയാ, നല്ല ഫ്രണ്ട്സിനെ ഒക്കെ കുറെ ഉണ്ടാക്കുക. അപ്പൊ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരും. ഇപ്പൊ ഈ പറഞ്ഞ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഡിപ്രഷൻ, ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒരുപാട് മാറാൻ പറ്റും തൊപ്പിക്ക്. ഈ മുറി തന്നെ ഇങ്ങനെ അടച്ചുപൂട്ടി ഇങ്ങനെ ഇരിക്കണോണ്ടായിരിക്കും മേ ബി ആ പ്രശ്നം. നമുക്ക് ഫ്രണ്ട്സാ? നമ്മള് ഫ്രണ്ട്സ് ആണല്ലോ. നമ്മള് ഫ്രണ്ട്സ് ആണല്ലോ. നീ ഇൻസ്റ്റ എടുത്ത ഞാൻ നിനക്ക് ഇങ്ങനെ ഒരു മറ്റേ റെയിൽ പോലെ മെസ്സേജ് ഉണ്ടാവും, ഞാൻ ഓരോ ദിവസം അയക്കുന്ന മെസ്സേജ്. എനിക്കോ? എന്റെ ചേട്ടനായിരിക്കും എന്നാ നോക്കുന്നത്. എന്റെ മെസ്സേജ് ഒക്കെ ചേട്ടനാ നോക്കാറ്. തള്ളു 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 തള്ളു. ഇവരൊക്കെ ചോദിച്ചു നോക്ക്. തള്ളല്ല, സത്യം. ഇടക്ക് ഞാൻ നോക്കും, പക്ഷെ കൂടുതലും ഞാനിപ്പോ ഷൂട്ടിനൊക്കെ പോകുമ്പോ ചേട്ടനായിരിക്കും നോക്കുക. ഞാൻ കൊറേ മെസ്സേജ് അയച്ചു, റിപ്ലൈ ഒന്നുമില്ല. തൊപ്പിക്ക് എങ്ങനത്തെ മെസ്സേജ് ഒക്കെ വരാറുണ്ടോ? പ്രൊപ്പോസൽ ഒക്കെ വരാറുണ്ടോ? എല്ലാം ഫേക്ക് ആയല്ലേ, ഞങ്ങക്ക് റിയൽ ആരും വരില്ല. റിയൽ മനസ്സിലാവുന്നില്ല. ചിലപ്പോ ഇടയ്ക്കാകുന്ന റിയൽ ഉണ്ടാവും, പക്ഷെ അതും എങ്ങനത്തെ മെസ്സേജസ് ഒക്കെയാ വരാറ്? ആയാലും പറയണ എങ്ങനെയാ തൊപ്പിനെ പ്രൊപ്പോസ് ചെയ്യുന്നേ ഞാൻ ചോദിക്കായിരുന്നു. പ്രൊപ്പോസ് ചെയ്യുന്ന കുണ്ടമാറാ. ആണോ?